എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാലേ നമ്മുടെ തഞ്ചാവൂർ യാത്രയാണ് നമ്മുടെ ഇതിൽ നമ്മുടെ പൂജ ഹോളിഡേയ്സിൽ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പ്ലാൻ ചെയ്തതല്ല, യാദർശികമായിട്ട് നമ്മുടെ ബാക്ക് ഓഫീസ് ടീമൊക്കെ എവിടെയാ മൂന്നാർ, വട്ടവട ഒക്കെ പറയുന്ന പ്ലാൻ, സിജോന്റെ പ്ലാനിങ്ങും സുജേഷ് സാറിന്റെ പ്ലാനിങ്ങും ഒക്കെ ഭയങ്കര പ്ലാനിങ് ആയിരുന്നു. അപ്പോൾ അവരുടെ പ്ലാനിങ് നടക്കുമ്പോൾ ഞാനും പെട്ടെന്നൊരു പ്ലാൻ ഇട്ടാണ് തഞ്ചാവൂർ പ്ലാൻ. എന്ന് വെച്ചാൽ 2 ദിവസം മുന്നേ സുജേഷ് സാൻ പോയിട്ട് തഞ്ചാവൂർ പോയി എൻ്റെ വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളൊരു ടപ്പെന്ന് വെച്ചിട്ട് യാത്ര തലേദിവസം വന്ന് തീരുമാനിക്കണം, നാളെ നമുക്ക് തഞ്ചാവൂർ പോകാം. തലേദിവസമല്ല, പോണം ഇന്നലെ. അതായത് പൂജ ഹോളിഡേയ്സ് നമ്മുടെ 30-ാം തീയതി രാത്രി നമ്മൾ വൈകുന്നേരം നമ്മളൊരു തീരുമാനിച്ചു തഞ്ചാവൂർ പോകാന്ന്. അങ്ങനെ തഞ്ചാവൂർ പോകാൻ വിചാരിച്ചു. നോക്കിയപ്പോ പെട്ടിയൊക്കെ പാക്ക് ചെയ്തു. പെട്ടിയൊക്കെ പാക്ക് ചെയ്തു. 2 ദിവസത്തിനുള്ളതൊക്കെ പാക്ക് ചെയ്ത് കഴിഞ്ഞു. അപ്പോഴാണ് നമ്മുടെ പ്ലാൻ ആകെ മാറ്റി പറഞ്ഞത്. നമ്മുടെ ശ്രീദേവിക്ക് ചെറിയൊരു പനിക്കോളില്ല, പനിയില്ല, നല്ലൊരു ക്ഷീണം, ആൾക്കൊരു ഉറക്കച്ചടവ് കാര്യങ്ങളൊക്കെ. ആൾക്ക് എപ്പോഴും കിടന്ന് ഉറങ്ങണം, ഛർദിക്കാൻ വരിക, അങ്ങനെയൊക്കെ ഒരു പ്രശ്നം. പിന്നെ ചുമ വരിക. അപ്പൊ നമുക്ക് ഇത്രയും ദൂരം പോവാൻ ഒരു പേടി. വൺ സൈഡ് തന്നെ ഒരു 400 കിലോമീറ്ററിന്റെ അടുത്തേക്ക് വരണ്ടേ നമുക്ക്. അപ്പോൾ 400 കിലോമീറ്റർ നമ്മൾ പോകുമ്പോൾ കിടാവ് സുഖമില്ലാത്ത കിടാവിനെയും കൊണ്ട് പോകാന്നുണ്ടെങ്കിൽ എളുപ്പമല്ല. നമുക്ക് പനി അങ്ങനെ കൂടുതൽ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ പെട്ടുപോകും. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ പ്ലാനുണ്ട് ഒന്ന് മാറ്റി പിടിച്ചു. രാവിലെ കിടാവിന് മരുന്ന് കൊടുക്കാൻ വേണ്ടി നോക്കിയതാണ്. 2 മണിക്ക് ഞങ്ങൾ എഴുന്നേറ്റു. നമ്മള് പ്ലാനൊന്ന് മാറ്റി പിടിച്ചു. നേരെ കണ്ണൂര്, കണ്ണൂരത്തെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ അല്ലേ പറയാ? അതെ, ഇനി കണ്ണൂരത്തെ വിശേഷങ്ങൾ കാണാം. അപ്പൊ വടകര എത്തിയപ്പോഴാണ് വീഡിയോ എടുക്കുന്നതിനെ കുറിച്ച് ആലോചിച്ചത്. അപ്പൊ ഇത് ഏത് ചാനലിൽ ഇടണം എന്നതിനെ കുറിച്ചുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ട്. നമ്മുടെ കണ്ണൂർ പറശ്ശിനിക്കടവ് വീഡിയോസ് ഒക്കെ നമ്മുടെ മോഗിൻ പെരുവല്ലൂർ എന്ന ചാനലിലാണ് ഇടുക. ഇതിപ്പോ ലൈവ് മീഡിയയിൽ നമ്മൾ ഈ വീഡിയോ ഇട്ടിട്ട് നമ്മുടെ തുടക്കം, യാത്രയുടെ തുടക്കം മാത്രമേ നമ്മൾ ഇതിൽ ഇടണുള്ളൂ. ബാക്കി വീഡിയോസ് ഒക്കെ നമ്മുടെ മറ്റേ ചാനലിൽ അപ്ഡേഷൻ വരും. അപ്പോൾ ഇത് ഇന്നിപ്പോൾ ഇടില്ല. ഏതായാലും ഇത് പോയി വന്നതിന് ശേഷം എന്താ വെച്ചാൽ നമുക്ക് വഴി അറിയാത്ത കാരണം നമ്മൾ മാപ്പൊക്കെ ഇട്ടിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഇത് കാരണം ഫോണിലെ ചാർജ് നമ്മൾ പെട്ടെന്നൊരു യാത്രയെ കാരണം നമ്മൾ ചാർജറൊക്കെ എടുക്കാൻ മറന്നുപോയി. അപ്പോൾ നമ്മൾ പോകുന്നത് നമ്മളങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല, പെട്ടെന്ന് ആണ് വിചാരിച്ചതായിരുന്നു. നമ്മുടെ ചാനലില് നമുക്ക് ഇതിന്റെ വീഡിയോസ് ഒക്കെ വരും. കണ്ണൂര് പറശ്ശിനിക്കടവ് പോയ യാത്രകളുടെ, പറശ്ശിനിക്കടവ് മാത്രല്ല കേട്ടോ, നമ്മള് പിന്നെ അവിടെ എന്തായാലും കണ്ണൂര് വരെ പോയതല്ലേ. അപ്പൊ എന്തായാലും വിചാരിക്കുന്നുണ്ട്. പോയി തുടങ്ങിയിട്ടുള്ളൂ. ഇപ്പൊ സമയം ഏകദേശം 9:30 ഇനിയുണ്ട് സമയം. ഇനി 1 മണിക്കൂറും കൂടി ഉണ്ട്. അപ്പൊ നമ്മള് വടകര പിന്നിട്ടു. ഇനി ഒരു 1 മണിക്കൂർ 30 മിനിറ്റ് കാണിക്കുന്നുണ്ട് ഗൂഗിൾ വെച്ച്. ശ്രീലക്ഷ്മി കുഴപ്പമില്ലാണ്ടിരിക്കുന്നുണ്ട് ഇപ്പോ. പക്ഷെ ശ്രീതു കെടുക്കാണ്. ഫുഡൊക്കെ കഴിച്ചു, ആളിങ്ങനെ റെസ്റ്റിലാണ്. വടകര എത്തിയപ്പോഴേ നമ്മള് വടകര എത്തണേറ്റ് മുന്നേ നമ്മളൊരു ഹോട്ടലിൽ കയറിയത്. സ്റ്റാർ, നല്ല ഹോട്ടലാട്ടോ, സെറ്റപ്പ്. സ്റ്റാർ ബേക്കേഴ്സ്. നല്ല ഫുഡായിരുന്നു. പിന്നെ അവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് നമ്മളിവിടെ ഇറങ്ങാണ്. അപ്പോൾ നോക്കിയപ്പോൾ അവിടെ 3/4 മണിക്കൂർ നമ്മൾ ലേറ്റായി, എന്നാലും കുഴപ്പമില്ല, നല്ല ഫുഡ് കഴിക്കാൻ പറ്റി. അങ്ങനെ അപ്പോൾ നമ്മുടെ യാത്ര തുടരുകയാണ്. പുതിയ വീഡിയോ ആയിട്ട് നമ്മൾ വരും. നമ്മുടെ മോഗിൻ പെരുവല്ലൂർ എന്ന ചാനലിലാണ് ഇടുന്നത്. അപ്പോൾ ഭാര്യയ്ക്ക് ഒരു സംശയം, നമ്മൾ കൂടുതൽ വീഡിയോസ് ലൈവ് മീഡിയ PLR ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് റീച്ച് ഉണ്ടാവും. എന്നാൽ മോഗിൻ പെരുവല്ലൂർ ഇട്ട് കഴിഞ്ഞാൽ ആരും കാണാനില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതൊന്നും ഉണ്ടാവില്ല. നമ്മൾ ഒരു പ്രതീക്ഷയോടെ നമ്മുടെ ആ പുതിയ ചാനലിൽ തന്നെ കിടക്കട്ടെ എന്ന് വെച്ചു. അപ്പോൾ ആ ചാനൽ അങ്ങനെ നമുക്ക് 100 സബ്സ്ക്രൈബ് 137 ആയിട്ടുള്ളൂ. പബ്ലിഷ് ആയിട്ടുണ്ട്, 100 എബോവാണ് പബ്ലിഷായി, ചാനൽ പബ്ലിഷായി. പക്ഷെ വലിയ റീച്ചിലേക്കൊന്നും എത്താറായിട്ടില്ല. അപ്പോൾ നമുക്ക് അതിൽ തന്നെ തുടങ്ങാം. വീണ്ടും പുതിയ വീഡിയോ ആയിട്ട് കാണാം അല്ലേ? അപ്പൊ നമുക്ക് ഇനി പുതിയ കാര്യങ്ങളൊക്കെ കാണാം. അപ്പൊ നമുക്ക് ഇവിടുത്തെ റോഡുകളെ ഭയങ്കര മോശം. എല്ലായിടത്തും റോഡ് നമുക്ക് മലപ്പുറം കോഴിക്കോട് കഴിയുന്നവരെ നല്ല സുഖമായിട്ട് എത്തി. പിന്നെ പെശക എന്ന് വെച്ച് കഴിഞ്ഞാൽ റോഡ് ഭയങ്കര പണി നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലം, ആകെ പണി നടന്നുകൊണ്ടിരിക്കുക. അപ്പോ വിചാരിച്ച സ്പീഡിൽ പോകാൻ പറ്റില്ല. സൂക്ഷിച്ചു പോയില്ലെങ്കിൽ ബുദ്ധിമുട്ടുക. പെട്ടെന്നാണ് കേട്ടോ ഓരോരോ കുണ്ടുകളും മുന്നറിയിപ്പൊന്നും ഇല്ലാണ്ടൊക്കെയാണ് ഓരോ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. ഞങ്ങള് ശരിക്ക് നമ്മളിവിടേക്ക് പോകുമ്പോ ഞങ്ങള് മലമ്പുഴയ്ക്ക് പോയിട്ടുണ്ടല്ലോ, ഇത്ര നല്ല റോഡ് വേറില്ല കേട്ടോ.
അതാണ് ഇതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ബെറ്റർ റോഡ്. പക്ഷെ നമുക്ക് പാലക്കാട് റോഡ് പക്ഷെ ആ പാലക്കാട് റോഡിനേക്കാളൊക്കെ ബെറ്റർ റോഡാണ് നമ്മുടെ കോഴിക്കോട് വരെയുള്ള റോഡ് കേട്ടോ, ഹൈവേ NH66. പക്ഷെ പാലക്കാട് റോഡ് പറയാൻ പറ്റില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ അതിൽ പോണ നമുക്ക് കിട്ടുന്ന ആ ഒരു കംഫർട്ട് ഇതിലില്ല. ഇതിലെ എന്താ വെച്ച് കഴിഞ്ഞാൽ എവിടുന്ന് വേണമെങ്കിൽ വണ്ടികൾ കയറി വരും, അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട്. ഞങ്ങള് ഹൈവേയില് വണ്ടി പോയിക്കൊണ്ടിരിക്കുമ്പോൾ കോഴിക്കോട് എത്തിയപ്പോൾ ഒരു ബസ് പെട്ടെന്ന് ഹൈവേ ക്രോസ് ചെയ്തു. ഹൈവേയിലെ പണി കിടക്കുന്ന ഒരു ഭാഗത്ത് അവിടെ ഡിവൈഡർ പൊളിച്ച് വെച്ചിട്ടുണ്ട്. ആ പൊളിച്ച് വെച്ചതിൻ്റെ ഇടയിൽ കൂടെ ഒരു സൈഡിൽ നിന്ന് ഒരു ബസ് ഇങ്ങോട്ട് ഒറ്റ ക്രോസിങ് പേടിച്ചു പോയി. അങ്ങനെ അപ്പോൾ വീണ്ടും പുതിയ വീഡിയോ കാണാം. ബൈ.